നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട് ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ്. ശക്തമായ ത്രികോണ മത്സരത്തിന്റെ വാശിയും ആവേശവും എങ്ങും അലയടിക്കുന്നു. ശുഭപ്രതീക്ഷയോടെ മുന്നണികൾ. വോട്ടെടുപ്പ് വൈകുന്നേരം 6 വരെ. വിജയപ്രതീക്ഷ പങ്കുവച്ച് മുന്നണി സ്ഥാനാർത്ഥികൾ. ഇരട്ട വോട്ടുകൾ തടയുക എന്നത് പെട്ടെന്ന് പ്രായോഗികമല്ലെന്ന മന്ത്രിയുടെ വാദം തട്ടിപ്പെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനങ്ങളെ വഞ്ചിച്ച ഷാഫി പറമ്പലിനെതിരായ വിധിയെഴുത്തുകൂടിയാകും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പാലക്കാട്ട് UDF രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുതി കൊടുക്കുകയാണെന്ന് LDF സ്വതന്ത്രൻ ഡോക്ടർ P. സരിൻ. പാലക്കാട് ഇടതുപക്ഷത്തിന് യോജിച്ച ചിഹ്നം ബൂമറാങ്ങായിരുന്നെന്ന് ഷാഫി പറമ്പിൽ MP. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ കുതന്ത്രങ്ങളും അവർക്കു തന്നെ തിരിച്ചടിയായി. സ്ഥാനാർത്ഥി നിർണയം മുതൽ BJPയെ സഹായിക്കാനുള്ള തീവ്ര ശ്രമമാണ് CPM നടത്തിയതെന്നും ഷാഫി. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും ഘട്ടം ഘട്ടമായി ഭിന്നശേഷി സൌഹൃദ വിദ്യാലയങ്ങളാക്കി മാറ്റുമെന്ന് MLA മുഹമ്മദ് മുഹസിൻ. ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വീതം അനുവദിച്ചു. പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വിവേചനം കൂടാതെ മുഖ്യധാരാ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ. മണ്ണൂരിലെ ഭക്ഷ്യശാലകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. മാലിന്യം കത്തിച്ചതിനും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിനും പിഴ ചുമത്തി. വാർത്തകൾ വിശദമായി. ത്രികോണ മത്സരത്തിന്റെ ആവേശത്തിൽ പാലക്കാട് ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ്. അല്പം മുമ്പ് ലഭ്യമായ വിവരമനുസരിച്ച് പോളിംഗ് ശതമാനം 40-ന് അടുത്തെത്തിക്കഴിഞ്ഞു. രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമായത്. രാവിലെ 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. 1,94,706 വോട്ടർമാരാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ആകെ 184 ബൂത്തുകളിൽ ചിലയിടത്തുണ്ടായ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ ഒഴിച്ച് പോളിംഗ് സുഗമമായി പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയ കനത്ത പോളിംഗ് മികച്ച പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത്. നഗര ഗ്രാമപ്രദേശങ്ങളിലെ ബൂത്തുകളിലെല്ലാം ഇപ്പോഴും വോട്ടർമാരുടെ വലിയ നിര തന്നെയുണ്ട്. അല്പം മുമ്പ് വിവരം ലഭിക്കുമ്പോൾ പോളിംഗ് ശതമാനം 40-ന് അടുത്തെത്തിക്കഴിഞ്ഞു. പ്രചരണ രംഗത്ത് നിറഞ്ഞുനിന്ന വാശിയും ആവേശവും പോളിംഗിലും പ്രതിഫലിക്കുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് വോട്ടെടുപ്പ് പൂർത്തിയാകും. തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. 23-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇരട്ട വോട്ടുകൾ പെട്ടെന്ന് തടയുക എന്നത് പ്രായോഗികമല്ലെന്ന മന്ത്രി MP രാജേഷിന്റെ വാദം തട്ടിപ്പെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാണക്കാട് തങ്ങളെ എന്തിനാണ് CPM ഇങ്ങനെ വർഗീയ ചുവയോടെ ആക്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. രാവിലെ മണപ്പുള്ളിക്കാവിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട്ട് CPM BJPയുടെ പണിയെടുക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾക്കുള്ള സൗകര്യം ചെയ്തത് LDF തന്നെയാണ്. യുക്തിയില്ലാത്ത ന്യായമാണ് ഈ വിഷയത്തിൽ MP രാജേഷ് പറഞ്ഞത്. ജാള്യത മറയ്ക്കാനും അവരുടെ ഇരട്ട വോട്ടുകളെ സാധൂകരിക്കാനുമാണ് ലക്ഷ്യമിട്ടത്. ഇരട്ട വോട്ടുള്ള BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഒരു മാതൃകയാകണമെന്നും രാഹുൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ വളഞ്ഞ വഴി ആർക്കും സ്വീകരിക്കാം. പാലക്കാട് ആര് തമ്മിലാണ് മത്സരമെന്ന് എല്ലാവർക്കും അറിയാം. പാണക്കാട് തങ്ങളെ എന്തിനാണ് CPM വർഗീയ ചുവയോടെ ആക്രമിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. RSSനെ ഇതുവരെ തീവ്രവാദവൽക്കരിച്ച് മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു. K. സുരേന്ദ്രനെക്കുറിച്ച് എന്താണ് CPM പത്രപരസ്യം നൽകാത്തത്? RSSൽ നിന്ന് കോൺഗ്രസ് ആയ ഒരാളുടെ പ്രസ്താവന മാത്രം പത്രപരസ്യം ചെയ്യുകയും എന്നിട്ട് ഞങ്ങൾ RSSനെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു നടക്കുകയുമാണ് ഇവിടെ CPM ചെയ്യുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായിട്ട് അതിനകത്ത് ആ വിഷയത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു. ഉറപ്പായിട്ടും പരാതി കൊടുത്തു. അത് നമ്മൾ തർക്കം പറയേണ്ടുന്ന വിഷയം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രായോഗികമായൊരു കാര്യം പറയാം. വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ എന്നത് തടയുന്ന പ്രായോഗികമായി പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്രി ഇപ്പോൾ പറയുന്നതെല്ലാം തട്ടിപ്പാണ്. കാരണം വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളുടെ വോട്ട് തടയുന്നതിനകത്ത് പ്രായോഗിക പ്രയാസമുണ്ട്. പക്ഷേ ഇന്നും BJP ജില്ലാധ്യക്ഷൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്നത് കാരണം രാവിലെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് വോട്ട് തടയില്ല, പ്രായോഗികമായി തടയാൻ കഴിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ട് ഇന്നും
അതിനകത്ത് പരാതി നമ്മൾ ഉന്നയിക്കും. ആ പരാതി ഉന്നയിക്കുമ്പം പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, മന്ത്രി നടത്തുന്ന തട്ടിപ്പ് ഇന്ന് തടയും എന്ന് പറയുന്നതിനകത്ത് പ്രായോഗികമായി പോസിബിൾ അല്ല. ആണോ? നിങ്ങൾ തന്നെ പറയും. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ ഇന്നലത്തെ പരസ്യത്തിൻ്റെ ന്യായീകരണം പോലെ ആയിപ്പോയി. പിന്നെ ഞങ്ങളുടെ ഈ പൈസ വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് CPM പൈസ കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, വളരെ സാധുക്കളുടെ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഒരു യുക്തിയില്ലാത്ത ന്യായമാണ് പറയുന്നത്. ഞങ്ങൾ ഇന്ന് തടയും എന്ന് മന്ത്രി പറയുന്നത് ജാള്യത മറയ്ക്കാനും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങളെ വഞ്ചിച്ച ഷാഫി പറമ്പലിനെതിരായ വിധിയെഴുത്താകും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഷാഫി പറമ്പലിനെതിരായ ജനങ്ങളുടെ പ്രതിഷേധം BJPക്ക് ഗുണകരമാകുമെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് UDFും LDFും തമ്മിലുള്ള മത്സരമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം രാഹുൽ ഗാന്ധിക്കെതിരായ വികാരമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലത്തെ വഞ്ചിച്ച രാഹുൽ ഗാന്ധിക്കെതിരായ പ്രതിഷേധമാണ് അവിടെ പ്രതിഫലിച്ചതെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് NDAയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാരെ വിധിയെഴുത്ത്. കൃഷ്ണകുമാർ, ഈ പോളിംഗ് നിരക്ക് ഉയരാനുള്ള സാധ്യതയാണോ കാണുന്നത്? എന്താണ് അതിൻ്റെ കാരണം? വയനാട്ടിൽ പ്രചരണം കുറഞ്ഞെങ്കിലും കുറയാണ്. വയനാട്ടിൽ കുറഞ്ഞത് കോൺഗ്രസിനെതിരായിട്ടുള്ള വികാരം. തെരഞ്ഞെടുക്കപ്പെട്ട് അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു പോയ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു. പാലക്കാട്ട് ഇത്തവണ പാലക്കാട്ടുകാരെ ഇതുപോലെ പാലക്കാടിനെ വഞ്ചിച്ചു പോയ UDFിൻ്റെ ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള വികാരം ഇത്തവണ വോട്ടിലൂടെ പ്രതിഫലിക്കും. അത് NDAക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും. പാലക്കാടിലെ പൊതുരംഗത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്കൊപ്പം കോവിഡ് കാലത്തും പ്രളയകാലത്തുമെല്ലാം ഉണ്ടായിരുന്ന. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് UDF രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുതി കൊടുക്കുകയാണെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ. സ്ഥാനാർത്ഥിയായതു മുതൽ സ്ഥിരബോധം നഷ്ടപ്പെട്ട രാഹുൽ 23 വരെ പരസ്പര വിരുദ്ധമായി സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് നമ്മൾ മാനുഷിക പരിഗണന നൽകണമെന്നും ഡോക്ടർ P. സരിൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന ശേഷം മാത്രമേ രാഹുലിന് സ്ഥിരബുദ്ധി തിരിച്ചു കിട്ടുകയുള്ളൂവെന്ന് ഡോക്ടർ P. സരിൻ പറഞ്ഞു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുതി കൊടുക്കുകയാണ് UDF ചെയ്യുന്നതെന്ന് ഫലം വന്നാൽ മാത്രമേ രാഹുൽ തിരിച്ചറിയുകയുള്ളൂ. അത് 23-ാം തീയതി രാഹുൽ പറഞ്ഞാൽ ഞാനതിനെ വിശ്വാസത്തിലെടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം. അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചെങ്കിലും ഒരു സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം. വന്ന് കുരുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പരിഗണന മാനുഷികമായിട്ട് നമ്മൾ കോൺഗ്രസ് നേതാവെന്ന് രാഹുൽ എങ്ങനെ കാണുന്നു? അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. എത്ര വയസ്സായിടോ? എന്ത് ചോദ്യം അത്? പ്രായത്തിന്റെ മാനദണ്ഡമല്ല. ജനങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചാൽ ആരാ ഇവിടുത്തെ യഥാർത്ഥ യൂത്ത് എന്ന് അപ്പം മനസ്സിലാവും. ഇരട്ട വോട്ടുകളുള്ള ബൂത്തുകളിൽ LDF ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഇരട്ട വോട്ടുകൾ ചെയ്യാൻ അനുവദിക്കില്ല. BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മാന്യത കാണിക്കണം. ഇരട്ട വോട്ട് വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ടു പോയത് LDF മാത്രമാണെന്നും P. സരിൻ പറഞ്ഞു. 70,000-ത്തിലധികം വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കും. ചിലർ വരുത്തിവെച്ച വിനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. അതിനുള്ള പ്രായശ്ചിത്തം പാലക്കാട്ടുകാർ തന്നെ ചെയ്യുമെന്നും P. സരിൻ പറഞ്ഞു. രാവിലെ പാലക്കാട് മണപ്പുള്ളിക്കാവിൽ ഭാര്യ സൗമ്യയ്ക്കൊപ്പം ദർശനം നടത്തിയതിന് ശേഷമായിരുന്നു ഡോക്ടർ സരിന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട്ട് ഇടതുപക്ഷത്തിന് യോജിച്ച ചിഹ്നം ബൂമറാങ് ആയിരുന്നെന്ന് ഷാഫി പറമ്പിൽ MP. മണപ്പുള്ളിക്കാവ് ഗവൺമെന്റ് LP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷം ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന അവസ്ഥയാണുണ്ടായത്. ഇതുകൊണ്ട് തന്നെ LDFന് പറ്റിയ ചിഹ്നം ബൂമറാങ് ആയിരുന്നെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. BJPയെ സഹായിക്കാനാണ് CPM ഇതുവരെ ശ്രമിച്ചത്. LDF കൊണ്ടുവന്ന കഥകൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടവയായിരുന്നു. ഇതൊന്നും ജനങ്ങൾ മുഖവിലക്കെടുത്തില്ല. BJPയെ സഹായിക്കാൻ വേണ്ടി മാത്രമായി CPM മെനഞ്ഞ നാടകങ്ങളാണ് പാലക്കാട്ട് നടന്ന പലതും. ഘടകകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ CPM ഈ തെരഞ്ഞെടുപ്പിൽ മാറിയെന്ന് ഷാഫി പറമ്പിൽ ആക്ഷേപിച്ചു. എനിക്ക് തോന്നുന്നു അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ
ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ബൂമറാങ് ആയിരുന്നു നല്ലത്. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത്. രണ്ട്, അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത്. ഏറ്റവും പ്രധാനം അതെല്ലാം BJPയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും, അവരുടെ പ്രവർത്തകർക്ക് പോലും, അവരുടെ ഘടകകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ബൂമറാങ്ങായി തിരിച്ചു വന്നത്. നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ, ദാർശനികമായി പരിശോധിച്ചാൽ RSSുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് AK ബാലനാണ്. RSSുമായി സമരസപ്പെട്ടു പോകുന്ന മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ആദ്യമായി പറഞ്ഞത് AK ബാലനാണ്. സന്ദീപ് വാര്യർക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുകയല്ല വേണ്ടത്, അവരെ മാറ്റിയെടുത്തു കൊണ്ടുവരികയാണ് വേണ്ടതെന്ന് പറഞ്ഞത് MB രാജേഷ് ആയിരുന്നു. LDFന്റെ പത്രപരസ്യം ഉൾപ്പെടെ ബൂമറാങ്ങായി ഇപ്പോൾ അവർക്ക് തിരിച്ചടിക്കുകയാണ്. BJPയെ സഹായിക്കാൻ LDF കൂട്ടുനിൽക്കുന്നതായി അണികൾക്ക് വരെ ബോധ്യപ്പെട്ടു തുടങ്ങി. പ്രവർത്തകർ തന്നെ മാറി നിൽക്കുന്ന സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ കാണാനായി. പാലക്കാട്ട് 5 അക്ക ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂരിൽ ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ശുചിത്വ പരിശോധനയിൽ ലൈസൻസും ഹെൽത്ത് കാർഡുമില്ലാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന 2 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. മാലിന്യം കത്തിച്ചതിനും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിനുമായി പിഴയും ഈടാക്കി. പ്രദേശത്തെ വിവിധ സ്ഥലങ്ങളിലെ ഹോട്ടലുകൾ, ബേക്കറികൾ, കൂൾബാറുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന നടന്നത്. പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ പ്രവർത്തിച്ച 5 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പുകവലി നിരോധന നിയമപ്രകാരം 7 സ്ഥാപനങ്ങളിൽ നിന്നായി 1400 രൂപയും ഫൈൻ ഈടാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർ K സുരേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K ബിന്ദു, ഗണേഷ് ശർമ്മ, R രമ്യ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഷമീം, ക്ലാർക്ക് ഫാഷിർ റഹ്മാൻ, ഹരിതകർമ്മസേന ബ്ലോക്ക് കോർഡിനേറ്റർ K റഷീദ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഘട്ടം ഘട്ടമായി ഭിന്നശേഷി സൗഹൃദ ഇൻക്ലൂസീവ് വിദ്യാലയങ്ങളാക്കി മാറ്റുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും യാതൊരു വിവേചനവുമില്ലാതെ മുഖ്യധാരാ വിദ്യാഭ്യാസം പൂർണ്ണമായും ലഭ്യമാക്കുക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിലേക്ക് 2.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്നത് ഭരണഘടനാനുസൃതമായ അവകാശമാണ്. വിദ്യാഭ്യാസ ചരിത്രത്തിലെ പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായവരെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രപരമായ ഒരു പരിവർത്തനമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന വിശാല കാഴ്ചപ്പാടിനൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും പൊതുവിദ്യാഭ്യാസ ധാരയിൽ ചേർത്ത് നിർത്തിയെന്നത് വിദ്യാഭ്യാസത്തിന്റെ മാനവിക തലം ഉയർത്തിക്കാട്ടുന്നു. കാലാകാലങ്ങളായി നിലവിൽ വന്ന നിയമങ്ങളുടെയും അന്താരാഷ്ട്ര ധാരണകളുടെയും നയപരിപാടികളുടെയും ഫലമായി എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്ന വ്യവസ്ഥ വന്നതോടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും ഉൾച്ചേർക്കലിലൂടെ സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസം പ്രാവർത്തികമായി. ശേഷികൾ, സംസ്കാരം, സാമൂഹ്യ പശ്ചാത്തലം, ബുദ്ധിസാമർഥ്യം, ലിംഗം തുടങ്ങിയവയിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ടെങ്കിലും യാതൊരുവിധ വേർതിരിവുമില്ലാതെ ഇവർക്ക് പൊതുവിദ്യാഭ്യാസം പങ്കിടാൻ അവസരം ലഭിക്കുന്നു. പഠന പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. തുല്യനീതിയും തുല്യ അവസരവും തുല്യ പങ്കാളിത്തവും ഭിന്നശേഷിക്കാർക്കും പ്രാപ്യമാക്കുക എന്നതാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ദാർശനിക കാഴ്ചപ്പാട്. ഇതിന്റെ ഭാഗമായി കിടപ്പ് രോഗികളായ കുട്ടികളെ ചുരുങ്ങിയ ദിവസങ്ങളെങ്കിലും സ്കൂൾ ക്യാമ്പസിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്താനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. കുട്ടികളുടെ ബഡീസ് ഗ്രൂപ്പുകൾ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഉൾപ്പെടുത്തി ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് വെച്ച് നടന്ന ഒളിമ്പിക്സ് മോഡൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഇൻക്ലൂസീവ് കായികമേള നടത്തുകയും അവരടക്കമുള്ള മാർച്ച് പാസ്റ്റ് സംഘടിപ്പിക്കുകയും ചെയ്തത് കേരളത്തിൽ ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ GHSS പട്ടാമ്പി, GHSS കൊപ്പം, GHSS വിളയൂർ എന്നീ സ്കൂളുകൾക്ക് 2,44,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട എല്ലാവരുടെയും കൂടിയാലോചനയിലൂടെ പദ്ധതി നടപ്പിലാക്കുമെന്നും മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരി ആളൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ അമീർ H സുലൈമാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നവംബർ 24 ഞായറാഴ്ച സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ദൈവവിശ്വാസം സമാധാനത്തിലേക്കുള്ള പാത എന്ന പ്രമേയത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ സമ്മേളന കമ്മിറ്റി ഭാരവാഹികളായ M അബ്ദുൾ ബഷീർ,
അബ്ദുൽ ഖാദർ ആളൂർ, മൗലവി ഗുലാം അഹമ്മദ് ആളൂർ, അഷ്റഫ് ചാവക്കാട്, മൗലവി മുഹമ്മദ് തൽഹ, കമാൽ ചാവക്കാട്, മൗലവി മുഹമ്മദ് സലീം ചേലക്കര, മൗലവി ഫസൽ, അഹമ്മദ് കാവശ്ശേരി, മൗലവി റഹീം, അഹമ്മദ് അൽനല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CPM ഓങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SG സുരേഷ് അനുസ്മരണം സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ MM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് സുരേഷിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും അതിൻ്റെ സവിശേഷമായ ശൈലിവിശേഷങ്ങളും ഇവിടെ അനുസ്മരിക്കാൻ ഞാൻ പ്രാപ്തനല്ല. അതുകൊണ്ട് സുരേഷിൻ്റെ ഈ ചരമദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ സന്ധ്യയ്ക്ക് സാമാന്യമായ ചില കാര്യങ്ങൾ കുറച്ച് സമയം മാത്രം എടുത്ത് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഈ സമത്വം എന്നുള്ള ആശയം അല്ലെങ്കിൽ സങ്കല്പന ആദ്യമായിട്ട് വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സന്ദർഭത്തിൽ. ഓങ്ങല്ലൂരിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം AM നാരായണൻ അധ്യക്ഷനായി. CPM വാളാനംകുറിച്ചി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PP വിജയൻ സ്വാഗതം ആശംസിച്ചു. ഏരിയ കമ്മിറ്റി അംഗം A ശങ്കരൻകുട്ടി, AN നീരജ്, PV രതീഷ്, TV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. VC ദേവദാസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ്. ശക്തമായ ത്രികോണ മത്സരത്തിന്റെ വാശിയും ആവേശവും എങ്ങും അലയടിക്കുന്നു. ശുഭപ്രതീക്ഷയോടെ മുന്നണികൾ. വോട്ടെടുപ്പ് വൈകുന്നേരം 6 വരെ. വിജയപ്രതീക്ഷ പങ്കുവച്ച മുന്നണി സ്ഥാനാർത്ഥികൾ. ഇരട്ട വോട്ടുകൾ തടയുക എന്നത് പെട്ടെന്ന് പ്രായോഗികമല്ലെന്ന മന്ത്രിയുടെ വാദം തട്ടിപ്പെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനങ്ങളെ വഞ്ചിച്ച ഷാഫി പറമ്പലിനെതിരായ വിധിയെഴുത്തുകൂടിയാകും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. പാലക്കാട്ട് UDF രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുതി കൊടുക്കുകയാണെന്ന് LDF സ്വതന്ത്രൻ ഡോക്ടർ P സരിൻ. പാലക്കാട് ഇടതുപക്ഷത്തിന് യോജിച്ച ചിഹ്നം ബൂമറാങ് ആയിരുന്നെന്ന് ഷാഫി പറമ്പിൽ MP. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ കുതന്ത്രങ്ങളും അവർക്കു തന്നെ തിരിച്ചടിയായി. സ്ഥാനാർത്ഥി നിർണയം മുതൽ BJPയെ സഹായിക്കാനുള്ള തീവ്ര ശ്രമമാണ് CPM നടത്തിയതെന്നും ഷാഫി. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും ഘട്ടം ഘട്ടമായി ഭിന്നശേഷി സൗഹൃദ വിദ്യാലയങ്ങളാക്കി മാറ്റുമെന്ന് MLA മുഹമ്മദ് മുഹസിൻ. ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വീതം അനുവദിച്ചു. പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വിവേചനം കൂടാതെ മുഖ്യധാരാ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ. മണ്ണൂരിലെ ഭക്ഷ്യശാലകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. മാലിന്യം കത്തിച്ചതിനും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിനും പിഴ ചുമത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.